ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ് പവർ ഗ്രൂപ്പ്. എന്താണ് ഈ പവർ ഗ്രൂപ്പ്? ഏതൊരു സംവിധാനത്തിന്റെയും യഥാർത്ഥമായ അധികാരം കൈയാളുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, അതാണ് പവർ ഗ്രൂപ്പ്. അത് എല്ലായിടത്തും ഉണ്ട്, സിനിമാ മേഖലയിൽ മാത്രമല്ല. സിനിമാ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും അധികം പ്രതീക്ഷിച്ച ഒരു പേരായിരുന്നു ദിലീപിൻ്റെത്. പക്ഷെ ഇതുവരെയും ആ പേര് മുഴങ്ങി കേട്ടില്ല, ആരും ആ പേര് വെളിപ്പെടുത്തിയതുമില്ല. പക്ഷേ മലയാള സിനിമയിലെ കിരീടം വെക്കാത്ത രാജാവാണ് ദിലീപ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മാഫിയ ഡോണിന്റെ സ്ഥാനമാണ് ഈ മനുഷ്യൻ. അനുസരിക്കാത്തവരെയും വഴങ്ങാത്തവരെയും ഒക്കെ വിലക്കുന്നതും ഊരുവിലക്ക് കൽപ്പിച്ച് സിനിമയിൽ തന്നെ പുറത്താക്കുന്നതും ഈ മനുഷ്യൻ തന്നെയാണ്. കുതിരക്കാരനെയും വന്നവൻ കുടുംബക്കാരനെയും മാറി എന്ന് പറയുന്നത് പോലെ വെറും ഒരു മിമിക്രി ആർട്ടിസ്റ്റായി രംഗപ്രവേശം ചെയ്ത് അവസാനം സിനിമാ ലോകത്തെ തന്നെ അടക്കി വാഴുന്ന ആളാണ് ദിലീപ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കണം, 2020 സിനിമ നിർമ്മിക്കുമ്പോൾ ആ സിനിമയെ ഫൈനാൻസ് ചെയ്തത് ദിലീപായിരുന്നു. അതുകൊണ്ട് തന്നെയല്ലേ നടിയെ ആക്രമിച്ച കേസ് പുറത്തു വരുമ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും ആരും അദ്ദേഹത്തിനെതിരെ സംസാരിക്കുകയില്ല. അതാണ് അദ്ദേഹത്തിന്റെ ആ ഹോൾഡ് എന്ന് പറയുന്നത്. അതാണ് പവർ ഗ്രൂപ്പ്. ഇനി സിനിമാ മേഖല വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി അമിത്ഷാ വേണമെങ്കിൽ രാജ്നാഥ് സിംഗിനെയും കൂടി കൂട്ടാം. പിന്നെ രാഷ്ട്രീയത്തിന് പുറത്തുള്ള ഏതാനും ചില ഒഫീഷ്യൽസ്, അവരാണ് പവർ ഗ്രൂപ്പ്. അവരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതും. മറ്റു മന്ത്രിമാർക്കൊന്നും അവിടെ യാതൊരു വോയിസും ഇല്ല. ഒന്നും വേണ്ട, നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹവും മന്ത്രിയാ. എന്നാൽ കേന്ദ്രമന്ത്രിസഭയിൽ എന്തെങ്കിലും ഒരു സ്വാധീനമുണ്ടോ ഇദ്ദേഹത്തിന്? എവിടെ, വെറുതെ ഒരു മന്ത്രി, അത്ര തന്നെ. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞു, 5 വർഷം ഞാൻ പരിശ്രമിക്കും, എന്നിട്ടും നടന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കും. വലിയ കാര്യമായി പോയി. അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ പിന്നെ മലയാളി കഞ്ഞുകുടിക്കുകയില്ല, അത്രയും വലിയ കാര്യമല്ലേ? അതോ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അയ്യോ അച്ഛാ പോകല്ലേ? ഓർക്കുന്നുണ്ടോ ഈ വരികൾ? നമ്മുടെ ശ്രീനിവാസനോട് മക്കൾ പറയുന്ന ചിന്താവിഷ്ടയ ശ്യാമള എന്ന സിനിമയിൽ എന്ന് പറയുന്ന പോലെ മലയാളികൾ എല്ലാവരും കൂടി അദ്ദേഹത്തോട് പറയുമെന്നാണോ? എവിടെ? ഇപ്പോ BJP-ക്കാർക്ക് പോലും അദ്ദേഹം ഒരു തലവേദനയാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ മുകേഷ് കുറ്റാരോപിതനായപ്പോ കമ്മ്യൂണിസ്റ്റുകാരനായ മുകേഷിനെതിരെ, മാർക്സിസ്റ്റുകാരനായ മുകേഷിനെതിരെ ഒരു വാക്കും അദ്ദേഹം ഉരിയാടിയില്ല. അതിലുപരി മുകേഷിനെ സംരക്ഷിച്ച് നിർത്തി അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമാക്കാരൻ ഉണർന്നു, രാഷ്ട്രീയം അദ്ദേഹം മറന്നു. അങ്ങനെ എന്തെല്ലാം തലവേദനകൾ BJP-ക്ക് അദ്ദേഹം ഉണ്ടാക്കുന്നു. ഇനി പ്രധാനമന്ത്രി വിട്ട് പ്രതിപക്ഷ നേതാവിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച അന്നേരെ പുറത്താ. ഈ അടുത്ത ദിവസം കോൺഗ്രസ് പാർട്ടിയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുവെന്ന ഒരേ ഒരു കാരണത്തിന്റെ പേരിൽ മുൻ AICC അംഗവും PSC മെമ്പറുമായ സിമി റോസ് ബെൽ ജോണിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഹൈക്കമാൻഡിനെതിരെ സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അപരാധമുണ്ടോ കോൺഗ്രസ് പാർട്ടിയിൽ? കേരളത്തിന്റെ കാര്യം തന്നെ എടുക്കുക. കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കുന്ന ആരുമായിട്ടാ? ശ്രീ KC വേണുഗോപാലുമായിട്ട്. കേരളത്തിലെ സീനിയർ മോസ്റ്റ് നേതാവ് വേണുഗോപാലാണോ? അല്ല. അവിടെ രമേശ് ചെന്നിത്തലയ്ക്കോ സതീശനോ സുധാകരനോ ഒന്നും സ്ഥാനമില്ല. ശ്രീ KC വേണുഗോപാലിന് സ്ഥാനമുണ്ട്. അതാണ് പവർ ഗ്രൂപ്പ്. ഇനി കേരള ഗവൺമെന്റിലേക്ക് വന്നാലോ, അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി PK ശശി, പിന്നെ ADGP അജിത് കുമാർ, അങ്ങനെ ഒരു പറ്റം ആൾക്കാർ. അതിനപ്പുറത്തേക്ക് കാര്യനിർവഹണത്തിൽ മറ്റു മന്ത്രിമാർക്കോ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒരു സ്ഥാനവുമില്ല. അങ്ങനെ ഏതൊരു സംവിധാനത്തെയും അടക്കി വാഴുന്ന, നിയന്ത്രിച്ച് നിർത്തുന്ന ആ ചെറിയ ഒരു കൂട്ടം ആൾക്കാർക്ക് പറയുന്ന പേരാണ് പവർ ഗ്രൂപ്പ്.